മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതെ അതെ, അറിയേണ്ട ഒരു കാര്യമാണല്ലോ. മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് അറിയണമെന്നാണ് ഈ ചങ്ങാതി പാടുന്നത്. എല്ലാ ഫിത്തിനയും ഉണ്ടാക്കുന്നത് ഈ ചങ്ങാതിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് എഴുതി ഉണ്ടാക്കി അയാൾ അങ്ങോട്ട് പാടും. എന്നിട്ടോ അതിനെ ന്യായീകരിക്കേണ്ട ഗതികേടാണ് നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക്. ഈ ചങ്ങാതി എഴുതി ഉണ്ടാക്കിയ ഒരു പിഴച്ച പാട്ടായിരുന്നു ഇബ്ലീസ് മടവൂരിന്റെ കൊടി പിടിക്കുമെന്ന്. അവസാനം ഇബ്ലീസ് ത്വരീഖത്തുകാർ അതിനെ ന്യായീകരിക്കാൻ വന്ന് ഇബ്ലീസിനെ സ്വർഗത്തിലാക്കാൻ നോക്കി. എന്തെല്ലാമാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഇപ്പൊ നോക്കൂ, മടവൂരാണ് പടച്ചോൻ. ഇതിനെ ആദ്യം എതിർത്തത് ഇബ്ലീസ് ത്വരീഖത്തുകാരാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഇബ്ലീസ് ത്വരീഖത്തുകാര് ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ വരികയാണ്. എന്ന് മാത്രമല്ല, ഇബ്ലീസ് ത്വരീഖത്തിലെ വലിയ കോളാമ്പി മടവൂരാണ് പടച്ചോൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ലടോ എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കാട്ടുവളപ്പിൽ നൗഷാദ് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് നിയൽവാദിയായ ഈ മുസ്ലിയാര് പറഞ്ഞ വാദം ഇപ്പോൾ AP കൂടാരത്തിനുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് തുറന്നു പറയ്. വലിയ പടലാങ്ങൾ പെട്ട് ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സിട്ടിക്ക് വിശ്വസിച്ചാൽ ഓൻ കാഫിറാണ്. വലിയ പെടൽ ആരാ പെട്ടതെന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാം. ഇപ്പൊ എന്താ കോളാമ്പി ചോദിച്ചത്? AP കൂടാരത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. എന്താണ് ഇയാൾ ഇത് ചോദിക്കാൻ കാരണമെന്നറിയോ? പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കാണിക്കുകയാണ്. ഈ പിഴച്ച പാട്ടിനെ പേരോട് ഉസ്താദ് വിമർശിച്ചു. ആ പറഞ്ഞ വിമർശനത്തിനിടയിൽ വന്ന ചില വാക്കുകൾ എടുത്തിട്ട് വെല്ലുവിളിക്കുകയാണ്. ഏതായാലാട്ടെ, ഇയാളാ ഖാലിഖിന്റെ അന്നത്തെ ഊക്കിൽ പറഞ്ഞതാ. ഇന്നത് പറയാൻ ധൈര്യമുണ്ടോ? സാവിയത്ത് സൂഫിയ അള്ളാന്റെ സിഫത്തുകൾ എങ്ങനെയാണ് അല്ലല്ലാത്തവർക്ക് പറഞ്ഞാൽ മുശ്രിക്കാകുക, കാഫിറാവാന്ന് പഠിപ്പിച്ചു കൊടുത്ത ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുന്നു, അന്ന് പറഞ്ഞ ആ വാക്ക് ഇനിയൊന്ന് പറയാൻ ധൈര്യമുള്ള AP കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വരി. ഞാനുണ്ട്. പേരോട് ഉസ്താദ് എന്താണോ പ്രസംഗിച്ചത് അത് 100% സത്യമാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് തെളിയിക്കാൻ ആർജവത്തോടു കൂടി ഞാനിതാ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? നൗഷാദ് കേൾപ്പിക്കട്ടെ. പറയട്ടെ പേരോട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറയുന്നതെന്ന് നീ കേട്ടതല്ലേ? ഞാനും കേട്ടു, ഇപ്പൊ ആളുകളും കേട്ടു. ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനുശേഷം പേരോട് ഉസ്താദ് എന്താ പറയുന്നത് എന്ന് നീ കേൾപ്പിക്കുന്നില്ലല്ലോ. ഉസ്താദ് ഈ പിഴച്ച പാട്ടിനെ വിമർശിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ വിശ്വാസം കുഫറാകുന്നത് എപ്പോഴാണ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് നൗഷാദി കേൾപ്പിച്ചത്. അതിനുശേഷമുണ്ട്, അതുകൂടി കേൾക്കാം. പിഴച്ചുപോരുടെ സ്വഭാവം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും. ഇന്നതെന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ? ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല, ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല, ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല.
എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന അല്ലാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി സ്വലാം ആണെങ്കിലും, ഈസാ നബി ചില്ലറക്കാരനല്ല, മറിച്ച് മരിച്ച മയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, റസൂലാണ് ഈസാ നബി അലൈഹിസ്സലാം. അതെ, വളരെ കൃത്യമായി പേരോട് ഉസ്താദ് പറഞ്ഞു. പിഴച്ച ആളുകൾ അവരെന്തും പറയും, എന്തും പാടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പാട്ടും അതിനെ ന്യായീകരിക്കാൻ വന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരും. ആ പാട്ടിനെ വിമർശിച്ചപ്പോൾ പേരോട് ഉസ്താദ് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയാൽ അവൻ അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന്. അത് ഖാലിഖ് എന്ന് പറഞ്ഞാലും റാസിഖ് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്നുണ്ടോ അവൻ ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല. ഇത് ഇസ്ലാമിന്റെ നിലപാടാണ്, പേരോട് ഉസ്താദ് പറഞ്ഞതാണ്. ഇതിനാണോ നൗഷാദെ നീ ഇത്ര വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയത്? എന്നാൽ പേരോട് ഉസ്താദ് അത് പറയുമ്പോൾ അതിന് ഉദാഹരണമായി കൊണ്ടുവന്നത് ആരെയാ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉദാഹരണമായി കൊണ്ടുവന്നത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ നസ്വാറാക്കൾ അതിര് കടന്നുപോയി. പറയാവുന്നതിന്റെ അപ്പുറം പറഞ്ഞ് അവർ ദൈവമാണെന്ന് വാദിച്ചു. അതാണ് പേരോട് ഉസ്താദ് ഈ പാട്ടിനെ വിമർശിക്കാൻ ഉദാഹരണമായി കൊണ്ടുവന്നത്. എന്നാൽ ഇതേ ഉദാഹരണം കൊണ്ട് ഒരിക്കൽ ഈ പാട്ടിനെ വിമർശിച്ചവരാണ് ഈ കോളാമ്പി. അത് നമ്മൾ ആദ്യം അറിയണം. ഇവര് തന്നെ പറഞ്ഞല്ലോ ഈ പാട്ടിനെ ആദ്യമായി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന്. ആയിക്കോട്ടെ, എന്നാൽ ഈ പാട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കിയ നസ്വാറാക്കളുടെ പാട്ടുപോലെയാണെന്ന് പ്രസംഗിച്ചതും ഇതേ കാട്ടുവളപ്പിൽ നൗഷാദാണ്. എന്നിട്ടിപ്പോ പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കാൻ നടക്കാൻ. ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? പേരോട് ഉസ്താദ് എന്താണോ പറഞ്ഞത് അതിനെതിര് പറയുക. ഇപ്പൊ പേരോട് ഉസ്താദിനെ എല്ലാവരും ഇഷ്ടത്തോടുകൂടി മൗലാന എന്ന് വിളിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്തു? എന്നാ ഒരു പടി കൂടി മുമ്പിൽ നിന്നുകൊണ്ട് മടവൂരിനെ പടച്ചോനെന്നും വിളിച്ചു. പേരോട് ഉസ്താദ് എവിടാണോ അതിന്റെ എതിര് നിൽക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം. അതിന് കാരണങ്ങൾ വേറെ പലതുകൊണ്ട്. എന്തായാലും ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കിയ നസ്വാറാക്കളുടെ പരിപാടിയോട് തുലനപ്പെടുത്തിക്കൊണ്ടാണ് കാട്ടുവളപ്പിൽ നൗഷാദ് ഈ പാട്ടിനെ മുമ്പ് എതിർത്തത്. നൗഷാദിന് എന്തോ കർശനമായി പറയാനുണ്ട്. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞതിനെ ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താനൊന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുമല്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഭയപ്പെടണമെങ്കിൽ ആദ്യം പടച്ചോനെ ഒരു പേടിയുണ്ടാകണം. അതില്ലാത്ത നിങ്ങളെ എന്തു പറഞ്ഞിട്ട് ഭയപ്പെടുത്താനാണ്? അതുകൊണ്ട് ആ പണിക്കൊന്നും ഞങ്ങൾ വരുന്നില്ല. പക്ഷേ ആ പാട്ടിനെ കാട്ടുവളപ്പിൽ നൗഷാദ് എതിർത്തത് കണ്ടോ? ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതിരിക്കാനുള്ളതിന്റെ കാരണം എന്താണ്? ഇമാം ബൂസീരി റഹിമഹുല്ല അവിടുത്തെ ബുർദയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ദൈവത്തിന്റെ വിഷയത്തിൽ വാദിച്ചത് എന്താണോ അതിനെ ഒഴിവാക്കണം. എന്താ നസ്വാറാക്കൾ വാദിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണ് എന്ന്. അത് കുഫറല്ലേ? അത് കുഫറാണോ തൗഹീദാണോ നൗഷാദെ? ഈ പാട്ടിനെ വിമർശിക്കാൻ കൊണ്ടുവന്ന ഉദാഹരണം പേരോട് ഉസ്താദ് കൊണ്ടുവന്ന അതേ ഉദാഹരണം. പേരോട് ഉസ്താദ് ഖുർആൻ ഓതി പറഞ്ഞു, ഇയാൾ ബുർദ ഓതി പറഞ്ഞു. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോ കാട്ടുവളപ്പിൽ നൗഷാദ് മുമ്പൊരിക്കൽ ഈ പാട്ട് കുഫറാണ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ അതിനെ വിമർശിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനോട് സാദൃശ്യം വരുന്ന ഒന്നുപോലും ഞങ്ങൾ പറയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചവരാണ്. ഇപ്പൊ വന്നിട്ട് മടവൂരാണ് പടച്ചോൻ എന്ന് പറയുകയാണെന്ന് മാത്രല്ല, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പണിയെടുക്കാൻ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്
ഞങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത് എന്തിനാണെന്നറിയോ? മൗലാന നിങ്ങൾ പറഞ്ഞില്ലേ, അത് രണ്ടർത്ഥത്തിലാണ്. എന്നാ ഖാലിക്ക് പറഞ്ഞു രണ്ടർത്ഥത്തിലാണ്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അത് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്രയും പണിയെടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ വരാൻ കഴിയാത്തത്. എവിടെ ഇബ്ലീസ് മോലേക്ക് പോയി? ഇനി പോകാൻ വേറൊരു വിഷയമായിട്ടാണ് വരാം. ഇതിനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വരുമെന്ന് നൗഷാദിന് എന്തായാലും നല്ല ഉറപ്പാണ്. കാരണം മുൻ അനുഭവങ്ങളുണ്ടല്ലോ. പക്ഷേ വരാൻ 1, 2, 3 ദിവസം അങ്ങോട്ട് വൈകിപ്പോയാൽ എന്തോ അത് വലിയ സംഭവമാക്കി ആഘോഷിക്കുകയാണ് ഇബ്ലീസ് ത്വരീഖത്തുകാർ. എൻ്റെ ഇബ്ലീസ് ത്വരീഖത്തുകാരെ, നിങ്ങളെപ്പോലല്ല. നിങ്ങൾക്ക് ഇതാണ് ജോലി, നിങ്ങൾക്ക് ഇതാണ് വരുമാന മാർഗം. നിങ്ങൾക്ക് ഇത് നടത്തിയിട്ടില്ലെങ്കിൽ അന്നം മുടങ്ങും. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ചില സമയങ്ങളിൽ സമയം കിട്ടാതെ വരികയോ തിരക്കിൽപ്പെടുകയോ ചെയ്യുമ്പോൾ 2, 3, 4 ദിവസമൊക്കെ വൈകിപ്പോകും. അതിനാണോ മോൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അതിനാണോ മോൻ ഇങ്ങനെ ആഘോഷിക്കുന്നത്? എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പണിയെടുത്തത് ഇതിനാണ് എന്ന്. പേരോടിന മൗലാന എന്ന് പറഞ്ഞത് രണ്ടർത്ഥത്തിലാണെങ്കിൽ മടവൂരിനെ ഖാലിഖാണ് എന്ന് പറഞ്ഞതും രണ്ടർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ മതി എന്നാണ്. അവിടെ ഒരു തട്ടിപ്പ്. സത്യത്തിൽ ഇവർ പാടിയത് മടവൂര് പടച്ചോനാണെന്ന് അറിയണമെന്ന. ഇയാൾ പറഞ്ഞത് മടവൂര് പടച്ചോനാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്നാണ്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ മലയാള വാക്കാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഈ പിഴച്ച പാട്ട് പാടിയപ്പോൾ, ഈ പിഴച്ച വാക്ക് പറഞ്ഞപ്പോൾ നാടന്മാര് പോലും അതിനെ ചോദ്യം ചെയ്തത്. കാരണം അവരൊക്കെ പടച്ചോൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെയാണ്. അതിന് കുറെ കിതാബ് എടുത്തിട്ട് ഖാലിക്കിലേക്ക് പോയിട്ട് ഖാലിക്കിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ ആയിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനല്ലേ മറുപടി പറയേണ്ടത്? എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിക്കാൻ, ഏതെങ്കിലും ഒരു ഇമാമ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത്തരത്തിൽ ഒരു വലിയനെ കുറിച്ച്, ഒരു കുത്തുബിനെ കുറിച്ച്, ഒരു ശൈഖുൽ മശായിഖിനെ കുറിച്ച് ഞങ്ങളുടെ പടച്ചോനാണ് അദ്ദേഹം എന്ന് പറഞ്ഞതിന് തെളിവുണ്ടോ? ആ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കും. എത്ര ലളിതമായ ചോദ്യമാണ്. ആ ചോദ്യം നൗഷാദിന്റെ അണ്ണാക്കിൽ തറച്ചപ്പോ മറുപടിയില്ല. പിന്നെ എന്തു വേണം? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു നിൽക്കണം. ഇത് സ്ഥിരം പരിപാടിയാണ്. ഇബ്ലീസിന്റെ വിഷയത്തില് ഞാൻ ഒരു 6ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഒന്നിനും മറുപടിയില്ല. എന്നാൽ മറുപടി എന്ന രീതിയിൽ എന്തൊക്കെയോ നുണ ഒരു 2-3 ചോദ്യങ്ങൾക്ക് പറഞ്ഞു. ഒരു ചോദ്യം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു, ഇബ്ലീസ് എങ്ങാനും മുസ്ലിമായാൽ ഖുർആനിലുള്ള ആയത്തുകൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ഇന്നേ വരെ വാ തുറക്കാത്ത ചെങ്ങാതിയാണ് എവിടെ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കുന്നത്. ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇവിടെയും എൻ്റെ ചോദ്യം, ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, കിതാബ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്താ? പടച്ചോൻ എന്ന് ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. 2ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ശംസുൽ ഉലമ മഹാനവറുകളെയാണല്ലോ ഇപ്പൊ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അത് കാര്യം കാണാൻ വേണ്ടിയാണ്. വേറെ എന്തോ ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. അത് ശംസുൽ ഉലമയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരെ അടുപ്പിക്കുന്നില്ല എന്നത് വേറൊരു വസ്തുതയുമാണ്. എന്തോ ആകട്ടെ, ആ ശംസുൽ ഉലമ മശായിഖന്മാരെ സ്ഥിരപ്പെടുത്തിയ ആളാണെന്നൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. ആ ശംസുൽ ഉലമ അവിടുത്തെ എഴുത്തിലോ പ്രസംഗത്തിലോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് ആ വലിയന്റെ പടച്ചോനാണെന്ന് പറഞ്ഞതോ എഴുതിയതോ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി, പ്രശ്നം തീർന്നു. അതിനു പകരം ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് എടുത്തുകൊണ്ടുവന്നു. ഞാനപ്പോ പറഞ്ഞു, ജീലി തങ്ങളുടെ കിതാബ് വലിയ വലിയ ആലിമീങ്ങൾക്ക് പോലും നോക്കിയാൽ മനസ്സിലാകാത്ത കാര്യമാണ്. ജീലി തങ്ങൾ പറയുന്നത് സത്യമായ കാര്യമാണെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ പണ്ഡിതന്മാർക്ക് പോലും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും കിതാബ് എടുത്ത മഹത്വം നൗഷാദ് പറയുന്നുണ്ട്. നമ്മൾ കിതാബ് അതാ കൊണ്ടുവന്നു അല്ലേ, അൽ കമാലാത്തുൽ ഇലാഹിയ, അള്ളാന്റെ റസൂൽ ഖാലിഖാണെന്ന് പറയുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾ പറഞ്ഞു ആ കിതാബ് മുഴുവൻ എടുക്കാൻ പറ്റൂല, അതങ്ങനെ അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച് പറയുന്ന കിതാബാണ്. ഓ, അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ സൂഫിയാക്കളെ നേതാവാണ്, അവർക്ക് ഇസ്തിലാഹ് ഉണ്ട്, അതൊക്കെ റെഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം ശരിയാണ്. അബ്ദുൽ കരീമുൽ ജീലി റഹിമഹുല്ലയ്ക്ക് അവരുടേതായ ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്, അത് നൗഷാദും അംഗീകരിച്ചു. ഇനി റെഡി അല്ലാത്ത കാര്യം എന്താണ്? അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി മഹാനവറുകളുടെ കിതാബ് എടുത്തുകൊണ്ടാണ് നൗഷാദ് വരുന്നത്. ഇതാണ് ഇപ്പൊ എന്തോ വലിയ സംഭവമായി എന്നൊക്കെ പറയുന്നത്. അതിനിടയിൽ
തുഹ്ഫ എന്നൊക്കെ എന്തോ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. പക്ഷെ അത് പറയേണ്ടതാണ് എന്ന് അതാ യൂസുഫ് നബഹാനി തങ്ങളുടെ കിതാബ് ജവാഹിറുൽ ബിഹാർ. എത്ര കിതാബ് ഞാൻ തുഹ്ഫ വരെ എടുത്തിട്ടാ. പക്ഷെ ഈ ചങ്ങായിമാർ ആരെങ്കിലും ഒന്ന് വരണ്ടേ, എന്നാലല്ലേ തുടർത്താൻ കഴിയുള്ളൂ. തുഹ്ഫ എടുത്ത സംഭവം ഇബ്ലീസിന്റെ വിഷയത്തിൽ ഓർക്കുന്നുണ്ടോ? എന്നിട്ടൊരു പച്ച നുണ പറഞ്ഞത് ഏതോ ഒരു മൗലിയാരെ വിളിച്ചിട്ട് എനിക്ക് തുഹ്ഫ വായിക്കാൻ അറിയില്ല, ആരാ തുഹ്ഫ ഓതിക്കൊടുത്തത് എന്നൊക്കെ ചോദിച്ചു എന്ന ഒരു ഭൂലോക നുണ പറഞ്ഞത്. ആ മൗലിയാർ ഏതാ? ആ മൗലിയാരുടെ നമ്പർ ഒന്നതാ. ആ മൗലിയാർ വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചതെങ്കിൽ ആ വാട്സപ്പ് നോട്ടടക്കം അതിന്റെ തെളിവ് പുറത്തു വിട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആകെ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പലരും മെസ്സേജ് അയക്കും, അതൊക്കെ എന്നോട് പറയാനാണോ എന്നാണ്. നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ തെളിവ് ചോദിച്ചപ്പോൾ പറഞ്ഞ ന്യായാണ് അതൊക്കെ എന്നോട് പറയാനാണോ എന്നാണ്. ഈ ജാതി തുഹ്ഫ എടുക്കലാണെങ്കിൽ എന്തായാലും നല്ല രസം ഉണ്ടാകും. എന്തായാലും ഇവിടെ യൂസുഫ് നബഹാനി തങ്ങളുടെ കിതാബാണ് എടുക്കുന്നത്. എടുത്തോളൂ. അതാ ജവാഹിറുൽ ബിഹാർ എടുത്തു. ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി വസല്ലം പേജ് എടുക്ക്. അതിലതാ വ്യക്തമായി ഖാലിഖിയത്ത് കാന മുത്തസിഫൻ ബിസിഫത്തിൽ ഖാലിഖിയ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖിയ എന്ന വിശേഷണം കൊണ്ട് വിശേഷിച്ച ആളാണ്. വദ്ദലീലു അലാ ദാലിക് നബുൽ മാഇ മിൻ ബൈനി അസാബിഇഹി ഫഇന്നഹാ സിഫത്തുൻ ഖാലിഖിയ. അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നില്ലേ, അതൊരു ഖാലിഖിയായ സൃഷ്ടാവിന്റെ ആ പറഞ്ഞ രൂപകൽപ്പന ചെയ്യാൻ തന്നെ അതിന് വായന. ഈ കിതാബൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ചോദ്യത്തിന് മറുപടി ആയോ? എന്റെ ചോദ്യം എന്താ? ഇയാൾ പറഞ്ഞ മറുപടി എന്താ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇമാമ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് ആ വലിയന്റെ പടച്ചോനാണ് എന്ന്, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ ആ വലിയന്റെ ഖാലിഖാണ് എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലുണ്ടോ എന്ന എന്റെ ചോദ്യം. അതിനെവിടെ മറുപടി? ജീലി തങ്ങളുടെ കിതാബ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. യൂസുഫ് നബഹാനി അത് എടുത്തുദ്ധരിച്ചത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാ ചോദിക്കട്ടെ, യൂസുഫ് നബഹാനി തങ്ങൾ ഏതെങ്കിലും ഒരു കിതാബില് ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് ഏതെങ്കിലും ഒരു റസൂലിനെ കുറിച്ച് ആ വലിയാണ് അല്ലെങ്കിൽ ആ റസൂലാണ് എന്റെ ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വായിക്കും. അതാണ് ചോദ്യത്തിന് മറുപടി. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന ഒരു വിശേഷണത്തിന് യോഗ്യനാണ് എന്ന് രേഖപ്പെടുത്തിയത് വായിച്ചാൽ മറുപടിയാകുമല്ലോ ഉഷാദെ. ഇനി യൂസുഫ് നബഹാനിയുടെ തന്നെ കിതാബ് എടുക്കുക. ഏതാ കിതാബ്? സഅദത്തുദ്ദാറൈൻ. ആ കിതാബ് എടുത്ത് വായിക്ക്. അങ്ങനെ ഒരു വിശേഷണം ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് യൂസുഫ് നബഹാനി തങ്ങൾ തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്താണ്. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. വഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? വൽ മുഅ്തമദു ഫീ ദാലിക, ഈ വിഷയത്തിൽ മുഅ്തമദായ അഭിപ്രായം അന്ന സ്വലാത്ത, തീർച്ചയായും സ്വലാത്ത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. മറ്റ് അമ്പിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയാറില്ലേ? ഈ ചൊല്ലുന്ന സ്വലാത്ത് സ്വാറത്ത് മഖ്സൂസതൻ ഫീ ലിസാനി സലഫി ബിൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. മുൻഗാമികളൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിയിരുന്നത് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ മേലിൽ മാത്രമാണ്. ഒരു വലിയന്റെ പേര് കേൾക്കുമ്പോൾ ആ വലിയന്റെ പേരിനോടൊപ്പം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറയാറില്ല. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നത് നോക്കൂ നൗഷാദെ. കമാ അന്ന ഖൗലന അസ്സ വജല്ല, നമ്മൾ സാധാരണ അസ്സ വജല്ല എന്ന് പറയാറുണ്ട്. ആ വാക്ക് മഖ്സൂസും ബില്ലാഹി സുബ്ഹാനഹു വതആല, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. ഫകമാല യുഖാലു മുഹമ്മദുൻ അസ്സ വജല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മളാരും മുഹമ്മദുൻ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്നാൽ അള്ളാഹു തആലയുടെ പേര് പറയുമ്പോൾ അള്ളാഹുവിനെ അസ്സ വജല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് യൂസുഫ് നബഹാനി പറയാൻ വ ഇൻ കാന അസീസൻ ജലീലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസീസാണ് എന്നതും ജലീലാണ് എന്നതും ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എന്തു പറയാറില്ല? അസ്സ വജല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനൊപ്പം പറയാറില്ല. എന്നിട്ട് പറയുന്നു ലാ യുഖാലു അബൂബക്കറിൻ ഔ അലിയുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറില്ല, അലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറില്ല. വ ഇൻ കാന മഅനാഹു സ്വഹീഹൻ, അങ്ങനെ പറയുന്നത് കൊണ്ട് അർത്ഥത്തിന് പ്രശ്നമൊന്നുമില്ല. അർത്ഥം ശരിയാണെങ്കിലും
അത് നമ്മൾ സാധാരണ പറയാറില്ല. സലഫുകൾ, മുൻഗാമികൾ, മഹത്തുക്കൾ സ്വലാത്ത് പറഞ്ഞിരുന്നത് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴാണ്. കൊണ്ടുവന്ന ഉദാഹരണം ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്സ ജല്ല അഥവാ അസീസ്, ജലീല് എന്ന പേരിനൊക്കെ യോഗ്യനാണ്. എങ്കിലും നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. ഖാലിഖ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്, യോഗ്യനാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെടും. പ്രത്യേകിച്ച് മലയാളത്തിൽ പടച്ചോൻ എന്ന പദം അള്ളാഹുവിന് മാത്രമായി മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ പദം കൊണ്ട് വേറൊരു സൃഷ്ടിയെ വിശേഷിപ്പിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? യൂസുഫ് നബഹാനിയുടെ കിതാബ് എടുത്തിട്ട് എന്നെ അങ്ങ് പേടിപ്പിച്ച് കളയാമെന്ന് നൗഷാദ നീ കരുതിയോ? 2-3 ദിവസം മറുപടി അല്പം വൈകിയപ്പോ ഉത്തരമില്ല എന്ന് നീ വിചാരിച്ചോ? നിങ്ങളുടെ പിഴച്ച വാദത്തിന് ഇമാമുമാരെ കൂട്ടുപിടിക്കരുത്. ഷാറാനി ഇമാമിനെ കൂട്ടുപിടിച്ചിട്ട് ഇബ്ലീസിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ എന്തെല്ലാം പാടുപെട്ടു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പൊ യൂസുഫ് നബഹാനിയുടെ കിതാബ് എടുത്തുകൊണ്ട് വരിക. മഹാനവറുകൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസീസ്, ജലീല് എന്ന വിശേഷണങ്ങൾക്കൊക്കെ യോഗ്യനാണെങ്കിലും അത് നമ്മൾ നബിതങ്ങളുടെ പേര് പറയുമ്പോൾ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്നിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോ നബിമാരുടെ പേരിൽ മാത്രമാണ് സ്വലാത്ത് ചൊല്ലിയിരുന്നത്. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ല എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന ഉദാഹരണമാണ്. ഇത് യൂസുഫ് നബഹാനിയുടെ അഭിപ്രായം മാത്രമല്ല, ഇത് എവിടെ നിന്നാ വന്നത് എന്നൊക്കെ നൗഷാദിന് ചിലപ്പോ അതിന്റെ മുകളിലേക്ക് പരിശോധിച്ചാൽ കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചോളൂ, ആരാണത് പറഞ്ഞത് എന്ന് കൃത്യമായി ഞാൻ വായിക്കുകയും ചെയ്യും. ഇതാണത്ര ഇപ്പൊ വലിയ തെളിവ്. എന്റെ ചോദ്യം എന്താണ്? അങ്ങനെ പറഞ്ഞതിന് മാതൃകയുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. ആ പിഴച്ച പാട്ടുകാരൻ പാടിയതും നിങ്ങൾ പറഞ്ഞതും മടവൂർ പടച്ചോനാണ് എന്നാണ്. അങ്ങനെ ഈ കേരളത്തിൽ എത്ര ആലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്? ആരെങ്കിലും ഒരാള് മഹാനായ CM വലിയുല്ലാഹിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയനെ ആ വലിയ എന്റെ പടച്ചോനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നൗഷാദെ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഇമാം ഗസാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഹുദൈഫ എന്ന ഒരു സ്വഹാബി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാ യഖുൽ മാഷാ അല്ലാഹു വശിഅത, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും അങ്ങും ഉദ്ദേശിച്ചത് എന്ന് പ്രയോഗിക്കാൻ പാടില്ല. എന്നാൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് കൂടി പഠിപ്പിച്ചു. മാഷാ അല്ലാഹു സുമ്മ ശിഅത, അല്ലാഹുവും പിന്നെ നബിയെ അങ്ങും ഉദ്ദേശിച്ചത് എന്ന് പറയണം എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിനോട് ചേർത്ത് പറയുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തു. ഗസാലി ഇമാം ഇഹ്യയിൽ അത് വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കാരണം ഞാൻ അത് തൽക്കാലം വായിക്കുന്നില്ല, ആവശ്യമാണെങ്കിൽ നമുക്ക് വായിക്കുകയും ചെയ്യാം. അപ്പോ മടവൂരാണ് പടച്ചോൻ എന്ന് പാടുന്ന ഈ പാട്ട് അത് കുഫ്റാണ്. എങ്ങനെയാണ് അത് കുഫ്റായത്? നൗഷാദ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ നബിയെ ദൈവമാക്കിയതുപോലെയുള്ള വാക്കുകൾ അത് പറയാൻ പാടില്ല. അതിനെ കർശനമായി ഞങ്ങൾ എതിർക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പൊ ആ പാട്ട് കുഫ്റാൻ എന്നും മാത്രമല്ല, ഞങ്ങൾ പേരോട് ഉസ്താദിനെ മൗലാന എന്നൊക്കെ വിളിക്കുമ്പോ അപ്പൊ അതാണല്ലോ വലിയ പ്രശ്നമായത്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്താ? നിങ്ങളുടെ വിശ്വാസത്തില് ഒറിജിനൽ മൗലാന അത് മടവൂരാണ് എന്നാണ്. കുഫറിന്റെ വാദല്ലേ? മൗലാനയായിട്ട് ഒറിജിനൽ മൗലാന ഇവിടെ ഉണ്ടെങ്കിൽ അത് മടവൂർ ശൈഖാണോ? അതിലും ചർച്ചല്ല, അതല്ല ഇവിടുത്തെ ചർച്ച. ഞങ്ങൾക്ക് ഒറിജിനൽ മൗലാന അള്ളാഹുവാണ്, അവനാണ് ഒറിജിനൽ മൗലാന. മറ്റുള്ളതൊക്കെ അള്ളാഹുവിന്റെ താഴെയുള്ള പ്രയോഗിക്കപ്പെടാൻ പറ്റുന്ന അർത്ഥത്തിലുള്ള മൗലാനമാരാണ്. അപ്പൊ ഇവര് മടവൂരിനെ കുറിച്ച് വിശ്വസിക്കുന്നത് മടവൂരാണ് ഒറിജിനൽ മൗലാന. അപ്പൊ അതേ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കാം മടവൂരാണ് പടച്ചോൻ എന്നിവർ പറയുന്നത്. മടവൂരാണ് ഒറിജിനൽ പടച്ചോൻ. ഇത് കുഫ്റാണ്, ഇത് ഇസ്ലാമല്ല. ഇതിനെ പേരോട് ഉസ്താദ് എതിർക്കും. നിങ്ങളുടെ പിഴച്ച വിശ്വാസത്തെ, ആശയത്തെ, ആദർശത്തെ പേരോട് ഉസ്താദ് എതിർക്കുന്നത് കൊണ്ടല്ലേ ഇബ്ലീസ് ത്വരീക്കത്തുകാരെ നിങ്ങൾക്ക് ഇത്ര കലിപ്പ് ആ പണ്ഡിതനോട്? അതിങ്ങനെ പറഞ്ഞു തീർത്തോളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ. അന്നം മുടങ്ങുകയും ചെയ്യരുത്. അത് നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഏത് കുഫ്റൻ ആശയവും പിഴച്ച വിശ്വാസവുമായി നിങ്ങൾ സമൂഹത്തിലുണ്ടോ അത് ജനങ്ങളോട് പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ഞങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് നിങ്ങൾ ദുആ ചെയ്യും, ഞങ്ങളും ദുആ ചെയ്യാം. അള്ളാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. നിങ്ങളുടെ ഈ പിഴച്ച അഖീദയിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.